പ്രിയപ്പെട്ടവരെ, മോമിനീങ്ങൾക്ക് സന്തോഷത്തിൻ്റെ രാത്രിയാണ് ഇന്ന്. വളരെയേറെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന സുന്ദരമായ രാത്രിയാണ് ഇന്ന്. ദുൽഹിജ്ജ 8-ാമത്തെ രാവായ യൗമുത്തർവിയാണ് ഇന്നത്തെ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരുന്നത് തർവിയയുടെ രാത്രി. നാളെ ദുൽഹിജ്ജ 8 തർവിയയുടെ ദിവസവുമാണ്. ഈ രാത്രിയിൽ ധാരാളം പുണ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് മേടിച്ചു കൂട്ടാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ലൈലത്തു തർവിയ, തർവിയയുടെ രാത്രി. എന്താണ് ലൈലത്തു തർവിയ ഉസ്താദേ എന്ന് പലർക്കും അറിയില്ല. അത് എന്താണെന്നും എങ്ങനെ ആ പേര് വരാനുള്ള കാരണം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ ലൈലത്തു തർവിയുടെ രാത്രിയിൽ, തർവിയുടെ രാവിൽ, മഹത്തരമായ രാവിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അമലുകളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളൽ റസൂലില്ലാ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, പുണ്യമാക്കപ്പെട്ട ഒരു രാത്രിക്ക് മുന്നോടിയായിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇന്നത്തെ ദിവസം ഗൾഫ് നാടുകളിൽ ഹാജിമാർക്ക് ദുൽഹിജ്ജ 8 അവർക്ക് ഇന്ന് തർവിയയുടെ ദിവസമാണ്. നമുക്ക് ഇന്നത്തെ ദിവസം രാവാണ്, രാത്രിയാണ് ലൈലത്തു തർവിയ. തർവിയുടെ രാത്രി വരുന്നത് നാളെയാണ്. നമുക്ക് ദുൽഹിജ്ജ 8 തർവിയുടെ ദിവസം കടന്നു വരുന്നത്. മറ്റന്നാളാണ് നമുക്ക് അറഫ വരുന്നത്. നാളെയാണ് ഹാജിമാർക്ക് അറഫ വരുന്നത്. പ്രിയപ്പെട്ടവരെ, പലർക്കും സംശയം തോന്നിയേക്കാം, ഉസ്താദേ അവിടെ നാളെ അറഫയാകുമ്പോൾ ഇവിടെ നമുക്ക് അറഫയല്ലേ എന്നുള്ള സംശയം തോന്നിയേക്കാം. പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ എടുത്തു മാറ്റിയേക്കുക. കാരണം ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത് ഓരോ നാടിൻ്റെ നിലാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പിറയുടെ വിഷയമാണ്. അത് കേരളത്തിൽ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് കേരളത്തിൽ അറഫ വരുന്നത്, അറഫയുടെ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ സൗദിയിൽ അറഫ നാളെ ആയതുകൊണ്ടാണ് അവിടെ അറഫ ദിവസമായിട്ട് ആചരിക്കപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നിലാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ യാതൊരുവിധ സംശയവും വെക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഒരു രാത്രിയാണ് ഇന്ന് നമ്മിലേക്ക് കടന്നു വരുന്നത്, ലൈലത്തു തർവിയ, തർവിയയുടെ രാത്രി. നമ്മൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് തന്നെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ ആ രാത്രി സ്വർഗം കിട്ടുന്നതിന് തന്നെ കാരണമാണ് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ രാത്രികളിൽ ഒരു രാത്രിയാണത്. ഈ തർവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ പ്രിയപ്പെട്ടവരെ? തർവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാഹശമനം, വെള്ളം സ്വരൂപിച്ച് വെക്കൽ എന്നൊക്കെയാണ്. ഇത് പണ്ട് കാലങ്ങളിൽ മിന, അറഫ പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തേക്ക് വേണ്ടിയിട്ട് വെള്ളം എന്ത് ചെയ്യും? എല്ലാവരും വെള്ളം സ്വരൂപിച്ചുകൊണ്ട് മിനയിലും അറഫയിലും ഒക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ ഒരു പതിവുള്ളതിൻ്റെ പേരിലാണ് തർവിയ എന്നൊരു ദിവസം കടന്നു വന്നത്. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണമായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ വിശുദ്ധമാക്കപ്പെട്ട ഈ തർവിയയുടെ രാത്രിയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ അഹയ ലയാലിയൽ ഖംസ്, 5 രാത്രികളിൽ ഏതെങ്കിലും ഒരാൾ ഹയാത്താക്കി കഴിഞ്ഞാൽ, നമസ്കാരം കൊണ്ട്, ഖുർആൻ ആയാത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, സ്വലവാത്തുകൾ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട്, തഹ്ലീലുകൾ കൊണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് ആരൊക്കെ ഈ 5 രാത്രികളിൽ ഹയാത്താക്കുന്നുവോ ആ ആളുകൾക്ക് വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം നിർബന്ധമായി കഴിഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചവരാണ്. ചിന്തിച്ചു നോക്കുക, വളരെയേറെ പുണ്യമുള്ള രാത്രിയാണ്. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ബസ്വറയിലെ ഒരു ശ്മശാനത്തിലൂടെ, ഒരു ഖബറിൻ്റെ ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ഖബർ മാത്രം വല്ലാണ്ട് പ്രകാശിക്കുന്നുണ്ട്.
ഈ ഖബറിന്റെ ഭാഗത്ത് നിന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ ഒരു അശരീരി കേൾക്കാണ്. വനാദാ മുനാദിൻ മിൻ ഖിബറിൽ ഖബർ. ആ ഖബറിന്റെ ഭാഗത്ത് നിന്ന് അശരീരി കേൾക്കുന്നു. എന്താണെന്നറിയോ? ഈ അത്ഭുതപ്പെടാനുള്ള, ഈ ആശ്ചര്യപ്പെടുത്തുന്ന പ്രകാശം ഖബറിന്റെ പുറത്തു ഭാഗത്ത് അടിക്കാനുള്ളതിന്റെ കാരണം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വേണ്ടതുപോലെ ഇബാദത്തുകളിൽ മുഴുകിയിരുന്നു. അള്ളാഹുവിന് പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട അമലുകൾ ധാരാളമായി ആ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്തിരുന്നു. അതിൻ്റെ കാരണത്താലാണ് എന്നാണ്. അപ്പം നമുക്കും പ്രിയപ്പെട്ടവരെ, നാളെ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്, നാളെ ആഖിറത്തിന്റെ ജീവിതം നയിക്കേണ്ടവരാണ് എന്ന പരിപൂർണമായ ചിന്ത നമുക്ക് വേണം. അവിടെ രക്ഷപ്പെടാൻ ഈ ദിനരാത്രങ്ങൾ എനിക്കും നിങ്ങൾക്കും അതൊരു സബബാക്കട്ടെ. ഈ ലൈലത്തു തർവിയുടെ രാത്രിയിൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മഗ്രിബും ഇശാ മഗ്രിബ് ഇശാ സുബഹി നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുക. കഴിവിൻ്റെ പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുക. സഹോദരിമാർ കഴിയുമെങ്കിൽ ജമാഅത്തായി തന്നെ വീട്ടിൽ തന്നെ നിർവഹിക്കുക. വീട്ടിലുള്ള മദ്രസകളിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ മക്കളുണ്ടെങ്കിൽ പിടിച്ചു കിട്ടി ഇമാമത്തായിട്ട് നിർത്തിയിട്ട് നമസ്കരിക്കണം. ഇല്ലാത്ത ഉമ്മമാർ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഫജ്ർ സൂറത്ത് പാരായണം ചെയ്യുക. സൂറത്തുൽ ഫജ്ർ വല്ലാണ്ട് പ്രതിഫലമുള്ള സൂറത്താണത്. ഇന്നത്തെ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ചൊല്ലേണ്ട വലിയ പ്രതിഫലമാണ്. ഫജ്ർ സൂറത്ത് പാരായണം ചെയ്യുക. പിന്നീട് ഹജ്ജ് സൂറത്തുൽ ഹജ്ജിന്റെ ധാരാളം മഹത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന, ഒരുപാട് മക്കയുമായി ബന്ധമുള്ള ആയത്തുകളുള്ള സുന്ദരമായ സൂറത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ ഹജ്ജിന്റെ സൂറത്ത് ഈ രാത്രിയിൽ ഓതിയാൽ വലിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ യാസീൻ സൂറത്ത്, നമുക്കറിയാം സൂറത്ത് യാസീൻ എന്തിനോതുന്നുവോ അത് അതിനുള്ളതാണ്. യാസീൻ സൂറത്ത് ഓതിയിട്ട് നമ്മുടെ വിഷമങ്ങളെ റബ്ബിനോട് പറയാനുള്ള രാത്രിയാണിത്. അതുപോലെ ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കുക, ഒരുപാട് ദിക്റുകൾ ചൊല്ലുക. ഈ ദിക്റുകൾ ചൊല്ലുന്ന വിഷയം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിവിൻ്റെ പരമാവധി രാത്രിയിൽ എത്രത്തോളം ഉറക്കമൊഴിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് ദിക്റ് ചൊല്ലുക. ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റുണ്ട്, ഈ രാത്രിയിൽ തന്നെ ചൊല്ലാൻ ഏറെ അർഹമായിട്ടുള്ള ഒരു ദിക്റുണ്ട്. ഏതാണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞേതാണോ ഈ ലോകത്ത് ശ്രേഷ്ഠമായിട്ടുള്ളത്? അത് ഈ ദിക്റുകളാണ്. ആ ദിക്റുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട, കോർത്തിണക്കപ്പെട്ട സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന പുണ്യമാക്കപ്പെട്ട ദിക്റ് ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഈ ലൈലത്തു തർവിയയുടെ രാവിൽ 1001 പ്രാവശ്യം ഈ വിശുദ്ധമാക്കപ്പെട്ട ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്ർ 1001 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരുമെന്ന് മഹാരഥന്മാർ അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കും ചൊല്ലാം പ്രിയപ്പെട്ടവരെ, 1001 പ്രാവശ്യം കഴിയുന്നവർ ചൊല്ലുക. ഉറപ്പായും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുന്നതാണ്. കഴിയുമെങ്കിൽ നാളത്തെ ദിവസം ദുൽഹിജ്ജ 8, അത് യൗമു തർവിയാണ്, തർവിയയുടെ ദിവസമാണ്. കഴിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നോമ്പ് അനുഷ്ഠിക്കുക. വളരെ പ്രതിഫലമുള്ള ഒരു നോമ്പാണ്, നിർബന്ധപ്പെടുത്തുന്നില്ല. ഏതായാലും കഴിയുന്നവർ ചെയ്യുക, നോമ്പ് അനുഷ്ഠിക്കുക. മറ്റന്നാൾ നമുക്കറിയാം അറഫയാണ്. അറഫയുടെ മഹത്വവും അതിലെന്തൊക്കെ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളും ശ്രേഷ്ഠതകളും അടങ്ങുന്ന വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദുൽഹിജ്ജ 8 നോമ്പെടുത്തു കഴിഞ്ഞാൽ മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ പ്രതിഫലം ഏതാണോ ആ പ്രതിഫലം അയ്യൂബ് നബിയുടെ പ്രതിഫലം ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ 8 നോമ്പ്, തർവിയ ദിവസത്തിന്റെ നോമ്പ് വളരെയേറെ പുണ്യമുള്ളതാണ്. അത് പിടിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി പിൻപറ്റാൻ, പ്രീതി ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ തൃപ്തിയുമൊക്കെ ലഭിക്കാൻ കാരണമാകും. ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കിയാണ് ഇൻഷാ അല്ലാഹ് ഈ തർവിയുടെ രാത്രി ചെയ്യേണ്ട അമലുകൾ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ, വളരെ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായി പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ വേദനകൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ദുരിതങ്ങൾ അള്ളാഹു പരിപൂർണമായും മാറ്റിക്കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്
ദുആ വസിയത്തോടെ നിർത്തട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.